ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ 15 വയസ്സ് വരെയുള്ളതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് സ്കൂൾ അവരെ വചനപഠനം നടത്തുന്ന ഒരു ക്യാമ്പ്. ഒരു ദിവസം ഈ കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചു. മുതിർന്ന ആളുകൾ ചോദിക്കുവാൻ മടിക്കുന്ന പല ചോദ്യങ്ങളും കുട്ടികൾ നമ്മോട് ചോദിക്കും. അവർ എന്നോട് ചോദിക്കും, അച്ഛാ, ഞങ്ങൾ ഓടിച്ചാടി നടക്കുന്നത് പോലെ ഞങ്ങളെപ്പോലെ നടക്കാൻ സാധിക്കാത്തതിൽ അങ്ങേക്ക് നിരാശ തോന്നാറില്ലേ? വീൽ ചെയറിൽ മറ്റുള്ളവർ അങ്ങേ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അങ്ങേ എടുത്ത് കാറിലും മറ്റും കയറ്റുമ്പോൾ അങ്ങേക്ക് അപകർഷതാബോധം തോന്നാറില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നടക്കണം എന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടില്ലേ? ഇതെല്ലാം ഹൃദയത്തിൽ തൊടുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. ഏതാണ്ട് 40 വർഷക്കാലം ഈ ലോകത്തിൽ ഞാൻ ഊർജ്ജസ്വലതയോടെ നടന്നു. ലോകരാഷ്ട്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മാർപ്പാപ്പായുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ സന്ദർശിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു, ആദരവ് ലഭിച്ചു. ഒരു പക്ഷേങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികനും ലഭിച്ചിട്ടില്ലാത്ത അവസരങ്ങൾ, ആരും അനുഭവിച്ചിട്ടില്ലാത്തതായ വിഭവങ്ങൾ, ഇവയൊക്കെ ആസ്വദിക്കുവാൻ 40 വർഷക്കാലം എനിക്ക് സാധിച്ചു. 40 വയസ്സിന് ശേഷം ഞാൻ 4 ചുവരിനുള്ളിലേക്ക് തളയ്ക്കപ്പെട്ടു. ഇനി നാളെ എന്ത് എന്നത് ഞാൻ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് ആ 40 വർഷം ജീവിച്ചതുപോലെ ആക്റ്റീവായി പ്രേക്ഷിത പ്രവർത്തനം നടത്താനാണ് ദൈവഹിതമെങ്കിൽ ഞാൻ അതിന് വിധേയപ്പെടുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം നിർബന്ധമുണ്ട്. അതായത്, ഒരു പക്ഷേങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും, എനിക്ക് നടക്കാൻ സാധിച്ചില്ല എങ്കിലും, ഒരു നാൾ ഞാൻ എടുക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ശിരസുയർത്തി നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു മനോഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ അടയിരുന്നത് വഴിയായിട്ടാണ്. ദൈവത്തിൻ്റെ വചനം എനിക്ക് ഭക്ഷണമായത് വഴിയായിട്ടാണ്. ദൈവത്തിൻ്റെ വചനം എനിക്ക് ജീവശ്വാസം പോലെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഈ ഒരു മനോഭാവം എനിക്ക്
സ്വീകരിക്കുവാൻ സാധിച്ചത്. അതിൽ സങ്കീർത്തനങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് വലിയ ആത്മധൈര്യം പകർന്നിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ കിന്നരത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം അവിടെ ഉണ്ടാകും. ദാവീദിൻ്റെ കിന്നരത്തിൽ ദാവീദിനെ പോലെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ളതായ കുറവുകളെപ്പറ്റി, പോരായ്മകളെ പറ്റിയുള്ളതായ അനുതാപത്തിൻ്റെതായ അരൂപി അതിലുണ്ടായിരിക്കും. ദാവീദിൻ്റെ കിന്നരത്തിൽ വലിയ ദൈവസ്നേഹത്തിൻ്റെ, വലിയ ദൈവാശ്രയത്തിൻ്റെ, ദൈവസ്തുതിപ്പിൻ്റെ ഈരടികൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇവിടെ അത്യഭിമന്യ ബാബ തിരുമേനിയും ആദരണീയനായ പ്രതിപക്ഷ നേതാവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐറേനിസ് പിതാവും ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഇഗ്നാത്യസ് പിതാവും സൂചിപ്പിച്ചതുപോലെ മാനുഷികമായ രീതിയിൽ ഇപ്രകാരം ഒരു ഗ്രന്ഥം എഴുതി തീർക്കുക അത് സാധ്യമല്ല.